സഞ്ജു സാംസന്റെ ജൈത്രയാത്രയ്ക്ക് മുന്നിൽ വിരാട് കോഹ്ലിക്കും മറുപടിയില്ല. മുംബൈക്ക് പിന്നാലെ RCBയെയും തകർത്ത് RR ടേബിളിന്റെ തലപ്പത്ത്. RCBക്കെതിരെ കൃത്യമായ ഹോംവർക്ക് നടത്തിയായിരുന്നു ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ബാറ്റിംഗിന് വിട്ടു. ഒരു ഭാഗത്ത് വിരാട് കോഹ്ലിയുടെ ക്ലാസ് ബാറ്റിംഗ്, എന്നാൽ അതിന് രാജസ്ഥാനെ തളർത്താനുള്ള പേസ് ഉണ്ടായില്ല. മറുഭാഗത്ത് വന്നവരൊക്കെ സ്ട്രഗിൾ ചെയ്തു. മറ്റൊരു IPL സെഞ്ചുറിയോടെ തുടക്കം മുതൽ ഒടുക്കം വരെ കോഹ്ലി മാത്രം. 72 പന്തുകളാണ് RCB ഇന്നിംഗ്സിൽ കോഹ്ലി കളിച്ചത്. 12 ഫോറുകളും 4 സിക്സുകളും അടക്കം 113 റൺസ്. സ്ട്രൈക്ക് റേറ്റ് 157. ഫാഫ് ഡുപ്ലസിക്ക് മാത്രമാണ് RCB ബാറ്റിംഗ് നിരയിൽ 100-ന് മുകളിൽ സ്ട്രൈക്ക് റേറ്റ് ഉണ്ടായിരുന്നത്. എന്നാൽ 72 പന്തുകൾ നേരിട്ട താരത്തിന് അതിലും ബെറ്ററായ സ്ട്രൈക്ക് റേറ്റ് ഉണ്ടായേ തീരൂ. 20 ഓവറിൽ 183 റൺസാണ് RCB നേടിയത്. അവരുടെ ഫിനിഷർ കാർത്തിക്കും രജത് പടിതറുമൊക്കെ ഇറങ്ങാനുമുണ്ടായിരുന്നു. ബാറ്റിംഗ് ടഫാണെന്നാണ് സെഞ്ചുറിക്ക് ശേഷം കോഹ്ലി പറഞ്ഞത്. അത് ശരിവയ്ക്കും വിധം ചേസിംഗിലെ രണ്ടാം പന്തിൽ ജയ്സ്വാൾ പുറത്താവുകയും ചെയ്തു. എന്നാൽ പിന്നീട് കണ്ടത് സഞ്ജു സാംസൺ, ജോസ് ബട്ട്ലർ മാസ്റ്റർ ക്ലാസ്. RCB ബോളേഴ്സ് നിലം തൊട്ടില്ല. ഫീൽഡേഴ്സിന് റെസ്റ്റുമില്ല. ക്ലാസിക് ഷോട്ടുകൾ കൊണ്ട് അമ്പരപ്പിച്ച് സഞ്ജു സാംസൺ. ഫോമിലേക്ക് തിരിച്ചെത്തി ജോസ് ബട്ട്ലർ. ഈ സെഞ്ചുറി കൂട്ടുകെട്ടിൽ RR ജയം ഉറപ്പാക്കുകയായിരുന്നു. സീസണിലെ രണ്ടാം 50യാണ് സഞ്ജു സ്വന്തമാക്കിയത്. പതിവിലും വിപരീതമായി ശ്രദ്ധയോടെയുള്ള തുടക്കവും പിന്നീടുള്ള ആളിക്കത്തലും. ജയമുറപ്പാക്കിയാണ് സഞ്ജു മടങ്ങിയത്. ഈ ജയത്തോടെ പോയിന്റ്സ് ടേബിളിൽ ഒന്നാമതാണ് RR. KKRനെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളി. ഈ 4 ജയങ്ങൾ RRന്റെ പ്ലേ ഓഫ് സാധ്യതകൾക്ക് വൻ കുതിപ്പാണ് നൽകുക. എല്ലാ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ